അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാ വിഷയത്തിലും മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബാക്കളുമാണല്ലോ. ആ സ്വഹാബത്തിനെ കുറിച്ച് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്. ആരെങ്കിലും ഒരു റോൾ മോഡൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ മരണപ്പെട്ടു പോയവരുടെ ചര്യ പിൻപറ്റട്ടെ. അതാരാണ്? ഉലായിക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ്. കാരണം കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമരായവർ ആ സ്വഹാബത്താണ് എന്നുള്ളതാണ്. ആ സ്വഹാബത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇബാദത്തുകൾക്ക് അവർ ആവേശം കാണിച്ചിരുന്നത് പോലെ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രദ്ധ കാണിച്ചിരുന്നത് പോലെ, വളരെ ഗൗരവത്തിൽ അവർ നോക്കിക്കണ്ടിരുന്നൊരു വിഷയമാണ് സാമ്പത്തിക വിശുദ്ധി എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ നിഅമത്ത് തന്നെയാണ് സമ്പത്ത് എന്നുള്ളത്. അപ്പോൾ അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, എണ്ണിയാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ, ഭൂമിയിൽ ദൃഢവിശ്വാസമുള്ളവർക്കെമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ? അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു തലച്ചോറ്, ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ആകെ 1.5 കിലോഗ്രാം ഭാരമാണുള്ളത്. നമ്മൾ വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു 1.5 കിലോഗ്രാമിൻ്റെ ഇറച്ചി പൊതി ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും? അത്രേ ആകെ തലച്ചോറുള്ളൂ. എന്നാൽ ഈ തലച്ചോറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു ദിവസം 15 വാട്ട്സ് വൈദ്യുതി തലച്ചോറ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നാണ്. നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ പേരിൽ ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡിൽ 1,00,000 സംവേദനങ്ങൾ തലച്ചോറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടോ? അപ്പം ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിശ്ചയിച്ച ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ തന്നെ അല്ലാഹു നൽകിയ കിഡ്നി, ഒരു കിഡ്നി നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താ? ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അവർക്കൊരു ദിവസം പലപ്പോഴും 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെയാണ് വെള്ളം കുടിക്കാൻ സാധിക്കുക. വെള്ളത്തിന് പരിധി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ദാഹിച്ചു വലിഞ്ഞ തൊണ്ടയിലൂടെ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ നാടിഞരമ്പുകളെല്ലാം ശമിച്ചു. എന്തൊരു ആസ്വാദനത്തിലാണ് നമ്മളത് പറയാറുള്ളത്. എന്നാൽ ആ വെള്ളത്തിന് ഒരു പരിധി വെച്ചാലും. അപ്പം അല്ലാഹു നൽകിയ നിഅമത്തുകൾ ഒട്ടേറെയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം, അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ജീവജാലങ്ങളുടെയും റാസിഖ്. അഥവാ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കഴിയുന്നതുമായ മുഴുവൻ ജീവജാലങ്ങളുടെയും റിസ്ഖിൻ്റെ വിഷയം അല്ലാഹു ഏറ്റെടുത്തതാണ്. അത് ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞതാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഭൂമിയിൽ ഒരു ജീവിയും തന്നെയില്ല, അതിൻ്റെ ഉപജീവനം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. അപ്പം നമുക്ക് റാസിഖായിട്ട് അല്ലാഹു ആണുള്ളത് എങ്കിൽ നമുക്ക് എത്രത്തോളം ഉപജീവനം ലഭിക്കണം, ഏത് പരിധി വരെ ലഭിക്കണം, എന്തൊക്കെ നമുക്ക് ലഭിക്കണം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അളവിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യുകയാണ് എങ്കിൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ,
പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്കും ഉപജീവനം നൽകുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ തവക്കുൽ ഉണ്ടാവുക എന്നുള്ളതാണ് റിസ്ഖുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ തവക്കുൽ ചെയ്താൽ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നമുക്ക് റിസ്ക് നൽകുന്നതാണ്. എങ്ങനെയാണ് പക്ഷികൾക്ക് ഉപജീവനം ലഭിക്കുന്നത്? ഏതെങ്കിലും ഒരു പക്ഷി ഒരു സർക്കാർ ജോലി നേടിയിട്ടല്ലല്ലോ അതിൻ്റെ ഉപജീവനം കഴിഞ്ഞു പോണത്. അല്ലെങ്കിൽ മാസം 1-ാം തീയതി അതിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ 1000, 2000, 3000 ശമ്പളമായിട്ട് കയറുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഷെയർ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണോ ഏതെങ്കിലും പക്ഷികൾ ജീവിക്കുന്നത്? അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഗ്ദു ഖിമാസ, രാവിലെ ഒട്ടിയ വയറുമായിട്ട് അവ പറക്കുന്നു. അപ്പം എങ്ങോട്ടാ പറക്കണ്? അതിനറിയില്ല. ഇൻ്റെ ഉപജീവനം ഇന്ന ഭാഗത്താണ് ഇന്നതെന്ന് ഏതെങ്കിലും പക്ഷിക്ക് അറിയോ? ഏതെങ്കിലും തൊടുവിലേക്കോ പറമ്പിലേക്കോ മരച്ചില്ലയിലേക്കോ അത് പറക്കുന്നു. വതറൂഹു ബിത്വാന, എന്നാൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്ക് നിറഞ്ഞ വയറുമായിട്ടാണ് അത് തിരിച്ചു വരുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ അവർക്ക് റിസ്ക് നൽകുന്നത്, അതുപോലെ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ നമുക്കും റിസ്ക് നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഇത് പറയുമ്പോൾ അള്ളാഹു ആണല്ലോ ഇതിൻ്റെ റാസിഖ്, ഇതിൻ്റെ റിസ്ക് അവൻ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ വീട്ടിലിരിക്കുക, ഇതാണ് തവക്കുല്? ഇതല്ല തവക്കുല്. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഹൃദയം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കലാണ് തവക്കുൽ. മറ്റേ തവാക്കുലാണ്. ഒന്നും ചെയ്യാതെ അള്ളാഹ് ഒക്കെ കൊടുന്നേരെന്ന് പറഞ്ഞത് തവാക്കുലിൽ മുഹറം, അത് ഹറാമായ തവക്കുലാണ്. നമ്മൾ അള്ളാഹുവിൽ ഹൃദയം ബന്ധിപ്പിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കുള്ള റിസ്ക് എത്തിച്ചു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, ഒരു സംശയവും അതിലില്ല. നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സമ്പത്ത് എന്നുള്ളത്. ഇപ്പോൾ വെറുതെ അങ്ങാടിയിൽ കൂടെ ഒന്ന് കറങ്ങി വരുമ്പോഴേക്കിന് ഒരു 500 നോട്ട് പൊട്ടും. വെറുതെ മാർക്കറ്റിൽ കൂടെ ഒന്ന് കറങ്ങി വരുമ്പോഴേക്കിന് 500 1000 നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലവാകും. ആ രൂപത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ ഫീസ് അടക്കാൻ, നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യ വസ്തുക്കൾ മേടിക്കാൻ, ഭക്ഷണം മേടിക്കാൻ, എല്ലാത്തിനും നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. അള്ളാഹു തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അംവാലുക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ സമ്പത്ത് എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് സമ്പത്ത് ആവശ്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും സമ്പാദിക്കാം. സമ്പാദിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ഒരു ലിമിറ്റ്, ഒരു പരിധി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 3ാമത്തെ സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞ്? ഉസ്മാനും ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതമാണ്. ധാരാളം സമ്പത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ പ്രവാചകൻ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചോ? ഇല്ലല്ലോ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് അവൻ പറഞ്ഞു. അതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റൊരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇതുപോലെ സമ്പന്നനായിരുന്നു. മുഹാജിറായിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവാണ് അദ്ദേഹം. അപ്പം മുഹാജിറായിട്ട് പോവാന്ന് പറഞ്ഞാൽ കയ്യിലൊന്നുമില്ല, സമ്പത്തില്ല, കച്ചവടമില്ല, കുടുംബമില്ല, ശൂന്യമായിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. റസൂലുള്ളാഹി ഒരു സ്വഹാബിയെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. അപ്പോൾ ആ അൻസാരിയായ സ്വഹാബി തൻ്റെ സമ്പത്തിനെ പകുതിയാക്കിയിട്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊടുന്നെടുത്തു. അപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നിഷേധിച്ചിട്ട് പറഞ്ഞു, അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു തരൂ. എന്നാൽ അദ്ദേഹം അങ്ങാടിയിലേക്ക് ചെന്നു, കച്ചവടം ആരംഭിച്ചു. അദ്ദേഹം വലിയ ധനികനായി മാറി. അബ്ദുറഹ്മാൻ കിളക്കുന്നിടത്ത് സ്വർണം വിളയുമായിരുന്നു എന്നാണ്. അദ്ദേഹം വഫാത്താകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് 32 ലക്ഷം ദിർഹമാണ്. അപ്പോൾ 1400 വർഷം മുമ്പത്തെ 32 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര? അദ്ദേഹത്തിന് 4 ഭാര്യമാരാണ്. 4 ഭാര്യമാർക്കും ഒരു വലിയ തുക അനന്തര സ്വത്തായി കൊടുക്കുമാറ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉണ്ടായിരുന്നു. ആ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ ആക്ഷേപിച്ചോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സമ്പാദിക്കുന്നിടത്ത് ഒരു ലിമിറ്റ്, ഒരു പരിധി ഇസ്ലാം വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ്. സമ്പാദിക്കുന്നിടത്ത് നമ്മുടെ നീയത്ത് നന്നാക്കിയാൽ അതിലൂടെ ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മളെല്ലാവരും ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഉപജീവന മാർഗത്തിൽ ഏർപ്പെടുന്നവരായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഒരുപക്ഷെ 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നവർ ഇതിലുണ്ടാകും. അല്ലെങ്കിൽ നിശ്ചിത സമയമാകുമ്പോൾ ഒരു തുക നമുക്ക് ലാഭമായി ലഭിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നീയത്ത് വെക്കുകയാണ്, 1-ാം തീയതി ശമ്പളം ലഭിക്കുമ്പോൾ അതിന് ഇത്ര രൂപ ഇന്ന സ്ഥലത്തേക്ക് ഇഫ്താറിന് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് 2 കുട്ടികൾക്ക്, എത്തിയ കുട്ടികൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര രൂപ ഇന്നതിന് വേണ്ടി അതിൽ നിന്ന് മാറ്റി വെക്കണം,
അല്ലെങ്കിൽ ഞാൻ ഈ സമ്പാദിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബം നോക്കലിൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് സമ്പാദിക്കാൻ അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നീയത്തുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ. ഒരാൾ ഒരു നല്ല കാര്യം നീയത്ത് വെച്ചു, പൈസ കിട്ടിയ ഇന്നത് ചെയ്യണം, അധ്വാനിക്കണ ഇന്നതിനാണ്, അങ്ങനെ ഒരു നല്ല നീയത്ത് വെച്ചു, പക്ഷേ അവനത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കുത്തിബത്ത് ലഹു ഹസന, ഒരു നന്മയായിട്ട് അവനത് രേഖപ്പെടുത്തും. വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹ. ഇനി ഒരാൾ ഒരു നല്ല നീയത്ത് വെച്ചു, അവനത് ചെയ്താലോ കുത്തിബ ലഹു അശ്റൻ ഇലാ സബ്ഇമിഅത്തി ളഅഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ അവനത് പ്രതിഫലമായി ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. ഏത് ജോലിക്കും അതിൻ്റേതായ ഇസ്സത്തുണ്ട്. ഇപ്പോൾ ഒരു തെങ്ങ് കയറാൻ പോകുന്ന ആളാണെങ്കിലും സമൂഹത്തിൽ പൊതുവെ താഴ്ന്ന ജോലിയായി കാണണം, പക്ഷെ അതിൻ്റേതായ ഒരു ഇസ്സത്തുണ്ട്. കൈക്കോട്ട് കളക്കാൻ പോകുന്ന ഒരാളാണെങ്കിലും അവൻ യാചിക്കണില്ലല്ലോ, ഒരാളെ മുന്നിൽ കൈ നീട്ടാൻ പോകുന്നില്ലല്ലോ, അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന വ്യക്തിയാണ്, അതിൻ്റേതായ ഇസ്സത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, അയ്യുൽ കസ്ബി അത്വയബ്, പ്രവാചകരെ ഏറ്റവും ശുദ്ധമായ സമ്പത്ത് സമ്പാദ്യമേത? എന്താ പ്രവാചകൻ പറഞ്ഞു? ഡോക്ടർ സമ്പാദ്യ എന്ന് പറഞ്ഞു, എഞ്ചിനീയർ സമ്പാദ്യ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, ഒരു മനുഷ്യൻ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ്. ഇപ്പം നമ്മുടെ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച് നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എങ്ങനെയായിക്കൊള്ളട്ടെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ശുദ്ധമായ സമ്പത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചട്ട നിർമ്മിക്കുന്ന ഒരു കൊല്ലപ്പണി ചെയ്യുന്ന ആളായിരുന്നു. പ്രവാചകന്മാരെല്ലാം ആടുകളെ മേച്ചിരുന്നവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കച്ചവടക്കാരനായിരുന്നു. അപ്പം അധ്വാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് ഇപ്പോൾ ഇന്നത്തെ പോലെ സ്വലാത്ത് കച്ചവടം അറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് ആളുകൾ ഖുർആനിലെ ആയത്തുകൾ വിറ്റും സ്വലാത്ത് വിറ്റും പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്തറൂ ബി ആയാതി തമനൻ ഖലീല, എൻ്റെ ആയത്തുകളെ തുച്ഛമായ വിലക്ക് നിങ്ങൾ വിൽക്കരുതേ. എന്നാൽ ഇന്ന് ചില ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിറ്റും സ്വലാത്ത് കച്ചവടാക്കില്ലേ. യാസീന് പാർസൽ അയച്ചാൽ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാണ്. പ്രവാചകൻ്റെ മുടിട്ട വെള്ളം ഒരു കുപ്പിക്ക് 25,000 റുപ്യാണ്. ഒരു ചെറിയ തേൻ്റെ കുപ്പി 550 റുപ്യ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരാളൊരു ആപ്പിൾ വിറ്റത്, ഒരാപ്പിൾ 200 റുപ്യക്കാണ് ഒരാപ്പിൾ വിറ്റത്. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് 18 വയസ്സാണ്. ആയിഷ റളിയല്ലാഹു മക്കളുണ്ടോ? ഇല്ല. ഇനി എങ്ങനെ ജീവിക്കുക? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവരെ ചെലവേറ്റെടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്ദുറഹ്മാനെ, എൻ്റെ പൈസ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഇവിടെ കിടക്കുന്ന പ്രവാചകൻ്റെ ഖബറാണ്, ഒരു ചെറിയ പെട്ടി വെച്ച് ഒരു പച്ച പെയിൻറ്റും അടിച്ച് ആണ്ട് നേർച്ച നേടിച്ചാൽ കോടികളുടെ വരുമാനം ഇവിടെ വരും, എൻ്റെ പൈസ എനിക്ക് ആവശ്യമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞോ? ഇല്ലല്ലോ. കാരണം ആ രൂപത്തിലെ പ്രവർത്തനം അവർക്കറിയുമായിരുന്നില്ല. അപ്പോൾ പ്രവാചകന്മാരെല്ലാം അധ്വാനിച്ചിരുന്നവരായിരുന്നു, സ്വഹാബാക്കളും സലഫുകളും ആ രൂപത്തിൽ. അതുകൊണ്ട് അധ്വാനിക്കുക എന്നുള്ളതിന് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാ, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ, അടിമമോചനത്തിന് വേണ്ടി ഒരാൾ ചെലവഴിക്കുന്ന ഒരു ദീനാർ, വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, നീ മിസ്കീനിന് വേണ്ടി സ്വതക്ക നൽകിയ ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ച ഒരു ദീനാർ. 4 കാര്യങ്ങളാണ്. ഒന്ന് അള്ളാൻ്റെ മാർഗത്തിൽ. അള്ളാൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്തും ആവാം. പള്ളി ഉണ്ടാക്കാൻ കൊടുത്തതാവാം, മുസ്ഹഫ് മേടിക്കാൻ കൊടുത്തതാവാം, യതീംഖാനക്ക് കൊടുത്തതാവാം, എന്തിനാവാം. 2 അടിമമോചനത്തിന്, 3 മിസ്കീന് വേണ്ടി നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ബലദിൽ പറയുന്നുണ്ട്, ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അടിമനെ മോചിപ്പിക്കാത്തതിൻ്റെ പേരിൽ, മിസ്കീനിന് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു ആക്ഷേപിച്ച് പറയാണ്. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് അതിനു വേണ്ടി ചെലവഴിച്ച ഒരു ദീനാർ. എന്നിട്ട് പ്രവാചകൻ 4ാമത് പറഞ്ഞത് കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചൊരു ദീനാർ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അഅ്ളമുഹ അജ്റൻ, ഇതിലേറ്റവും പ്രതിഫലം ലഭിക്കുന്നത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ച ഒരു ദീനാറിലാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നീയത്തിലാണ് കാര്യം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ എത്രയും നമുക്ക് സമ്പാദിക്കാം, പരിധികളില്ല.
പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ അത് ഹലാലായ മാർഗത്തിലായിരിക്കണം. ഹറാമിൻ്റെ ഒരു രൂപ പോലും നമ്മുടെ സമ്പാദ്യത്തിലേക്ക് വരുന്നില്ല, നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് അനർഹമായി അവൻ അപഹരിച്ചെടുത്താൽ, നമുക്ക് അവകാശമില്ലാത്തൊരു റുപ്യ നമ്മളെ കയ്യിലേക്ക് വന്നാൽ, ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അവൻ അല്ലാഹു നരകം നിർബന്ധമാക്കും, വഹറമ അലൈഹിൽ ജന്ന, അവൻ്റെ മേൽ സ്വർഗം ഹറാമാക്കും. അപ്പോൾ നമുക്ക് ദുനിയാവിൻ്റെ തിരക്കുകളൊന്നും ഇല്ലായിട്ടാണോ നമ്മളിവിടെ സനാബിൻ്റെ ഒരു മണിക്കൂർ വന്ന് ക്ലാസ്സിനിരിക്കുന്നത്? അല്ല, അവിടെ ഏസിൻ്റെ കുറച്ച് നേരം ചൂടത്ത് പോയിരിക്കാച്ചിട്ടാണോ? ചൂടില്ലാതെ നമുക്ക് പോയിരിക്കാച്ചിട്ടാണോ? അല്ല, അള്ളാഹിൻ്റെ സ്വർഗ്ഗം ആഗ്രഹിച്ചിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പ്രിയമുള്ളവർ, ആ സ്വർഗം നിഷിദ്ധമാണെന്നാണ് പറഞ്ഞത്, അനർഹമായ ഒരാളുടെ സമ്പത്ത് നമ്മൾ അപഹരിച്ചെടുത്താൽ. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിക്കാണ്, റസൂലെ, അപഹരിച്ചെടുത്തത് ചെറിയ ഒരു വസ്തുവാണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, അറാക്കിൻ്റെ കൊള്ളിയാണെങ്കിലും ശരി. അറാക്കിൻ്റെ കൊള്ളിയാ നമ്മൾ പല്ലിയൊക്കെ മിസ്വാക്കയിൽ ഉപയോഗിക്കൂലേ? അല്ലെ, ഗൾഫിൽ പോയാൽ ഒരു റിയാല് കൊടുത്താൽ 10 കിട്ടും അല്ലെ? അത്രയും വില കുറഞ്ഞ സാധനമാണ്. അപ്പോൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ 1 റുപ്യാണ്, അല്ല 50 പൈസയാണ് മറ്റൊരാളുടേത് അപഹരിച്ചെടുത്തത് എങ്കിൽ പോലും അവന് സ്വർഗം ഹറാമാണ് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സമ്പാദിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, സമ്പാദിക്കണം എന്നാണ് പറഞ്ഞത്. സമ്പാദിക്കണം. അല്ലാഹുമ്മ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി, അല്ലാഹുവേ, കുഫറിൽ നിന്നും ഫഖ്ർ, ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നമ്മൾ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. കാരണം ദാരിദ്ര്യം കടന്നു വന്നാൽ പിന്നെ നിസ്കരിക്കാൻ വെച്ചോളണമെന്നില്ല, പിന്നെ ചിലപ്പോൾ നുണ പറയും, മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ അവസ്ഥ നമ്മൾ കാത്തിരക്ഷിക്കുമാറാട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അക്ഫിർ മാലഹു വ വലദഹു, അല്ലാഹു അദ്ദേഹത്തിന് നീ സമ്പത്തും മക്കളും അധികരിപ്പിച്ചു കൊടുക്കണമേ. വബാരിക് ലഹു ഫീമാ അഅതൈതഹു, അദ്ദേഹത്തിന് നൽകിയതിൽ നീ ബർക്കത്ത് നൽകണമേ. അപ്പോൾ സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി സ്വഹാബത്തിന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് സമ്പാദിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സമ്പാദിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഹലാലായ മാർഗത്തിലായിരിക്കണം. അത് ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും ശരി, ഹലാലായ സമ്പാദ്യം മാത്രമേ നമുക്കുണ്ടാവാൻ പറ്റൂ. കാരണമല്ല എങ്കിൽ പരലോകത്ത് അതിൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അൽ, ഒരടിമയുടെ കാൽപാദം വിചാരണ വേളയിൽ നിന്ന് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല ചില കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ. അതിലൊന്ന് അൻ ഉംരിഹി ഫീമ അഫ്നാഹു, ആയുസ് എന്തിൽ ചെലവഴിച്ചു, വഅൻ ഇൽമിഹി ഫീമ ഫഅല ഫീഹി, പഠിച്ച കാര്യങ്ങൾ കൊണ്ട് എന്ത് പ്രവർത്തിച്ചു. മറ്റൊരു ചോദ്യം വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടേക്ക് ചെലവഴിച്ചു. നമ്മൾ ആലോചിക്കണം, ഏതാണ് ആ രംഗം? ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. ഇപ്പം സൂര്യൻ നിൽക്കുന്നത് 1450 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. അവിടുന്ന് സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ തന്നെ നമുക്ക് AC ഇല്ലാതിരിക്കാൻ വയ്യ, ഫാൻ ഇല്ലാതിരിക്കാൻ വയ്യ. എന്നാൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ അള്ളാഹു ആ ഭീകരമായ അവസ്ഥ നമ്മൾ കാത്തിരക്ഷിക്കുമാറാട്ടെ. അതുപോലെ തന്നെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ദിവസമാണ്. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സമ്പാദിച്ച, നമ്മൾ ചിലവഴിച്ച ഓരോ രൂപയെക്കുറിച്ചും ചോദിക്കും. 1 രൂപക്ക് പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആളുകൾ നുണ പറഞ്ഞും തട്ടിപ്പറിച്ചും കരിഞ്ചന്ത നടത്തിയും നുണ പറഞ്ഞും 100കളും 1000ങ്ങളും 10000ങ്ങളും സമ്പാദിച്ചവരുണ്ട്. അവരല്ലാഹുവിൻ്റെ മുന്നിൽ എങ്ങനെ മറുപടി പറയേണ്ടി വരും? എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും ഒരു ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എൻ്റെ സമുദായത്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് സമ്പത്താണ്. അപ്പം ഈ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷണം, ഫിത്ന, അത് സമ്പത്ത് കൊണ്ടുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ആ വിഷയത്തിൽ നമുക്കുണ്ടാവണം. ഇപ്പം ചില ആളുകൾ
ചില ആളുകൾ ഇങ്ങനെ പറയും. പിന്നെ അയാൾ നല്ല നിസ്കരിക്കുന്ന ആൾ, അതൊക്കെ ശരി തന്നെ, നല്ല നിസ്കാര തയ്യുമ്പൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഖുർആൻ ഓതലും സ്വതക്ക നൽകലും ഒക്കെ ശരി തന്നെ. പക്ഷെ അയാളപ്പം ഞാൻ അന്ന് കച്ചവടം നടത്തിയപ്പോഴേ അത് പറ്റൂല, അത് ശരിയാവില്ല, അയാൾക്കിപ്പോൾ ഒരു കടം മേടിക്കാൻ കൂടി പറ്റൂല, ആ രൂപത്തിലാണ് അയാൾ ഇടപാട് എന്ന് പറയും. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ വിഷയത്തിൽ നല്ല ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമ്മുടെ മുൻഗാമികൾ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നവരായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു കപ്പൽ യാത്രയിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1000 ദീനാർ, ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്, 1000 ദീനാർ എന്നൊരു വലിയ സമ്പത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കയ്യിലുണ്ട്. ഇതൊരു സഞ്ചിയിൽ, ഒരു കിഴിയിലാക്കിയിട്ട് ഒരു സഞ്ചിയിൽ ഇങ്ങനെ വെച്ച് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്ക് ഈ സഞ്ചി ഇങ്ങനെ തുറന്നിട്ട് ബുഖാരി റഹ്മത്തുള്ളാഹിനെ കാണിച്ചു കൊടുത്തു, ഇതാ നോക്ക്, എൻ്റെ അടുത്ത് 1000 ദീനാർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മനുഷ്യനിങ്ങനെ നോക്കി, അതിങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള രൂപവും അതിൻ്റെ കളറും എല്ലാം മനസ്സിലാക്കി. ശരി, കുറച്ച് കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ 1000 ദീനാർ കാണാനില്ല, 1000 ദീനാർ കളഞ്ഞു പോയിട്ടുണ്ട്, ഈ കപ്പലിൽ ആരോ അതെടുത്തിട്ടുണ്ട്, ആരുടെ സഞ്ചിയിൽ അതുണ്ട്. കപ്പിത്താൻ പറഞ്ഞു, ശരി നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഓരോരുത്തർ പരിശോധിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവസരത്തിൽ അദ്ദേഹത്തെ പരിശോധിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ പണമില്ല. തിരിച്ചും മറിച്ചും പരിശോധിച്ചു, ഒരു ചില്ലിക്കാശ് പോലും അതിൽ നിന്ന് ലഭിച്ചില്ല. പരിശോധന കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇമാം ബുഖാരി, നിങ്ങളല്ലേ എനിക്ക് 1000 ദീനാർ കാണിച്ചത്, ആ സമ്പത്ത് എവിടെ? ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 1000 ദീനാറും ഞാൻ കടലിൽ ഒഴുക്കി, ആ 1000 ദീനാറും ഞാൻ കടലിൽ ഒഴുക്കി. കാരണം ആ പരിശോധന സമയത്ത് എൻ്റെ സഞ്ചിയിൽ നിന്നെങ്ങാനും ആ സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ ആളുകൾ പിൽക്കാലത്ത് പറയും, ബുഖാരിയുടെ ഹദീസാണോ, തള്ളിക്കാള, സാമ്പത്തിക വിശുദ്ധി ഇല്ലാത്ത വ്യക്തിയാണ്, ബുഖാരിയുമായാണോ കച്ചവടം. ശ്രദ്ധിക്കണം കേട്ടോ, സാമ്പത്തിക വിശുദ്ധി ഇല്ലാത്ത ആളാണ്. ആളുകൾ ബുഖാരിക്ക് നേരെ വിരൽ ചൂണ്ടും. ആളുകൾ ബുഖാരിക്ക് വിശുദ്ധിയില്ല എന്ന് പറഞ്ഞ് ബുഖാരിക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ 1000 ദീനാർ കടലിൽ ഒഴുക്കി കളയലാണ്. സുബ്ഹാനല്ലാഹ്. അതായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഈ വിഷയത്തിലുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, സമ്പത്ത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെല്ലാം അള്ളാഹു ഒരു പരീക്ഷണം നിശ്ചയിച്ചിട്ടുണ്ടാവും. മക്കൾ നമുക്കൊരു അനുഗ്രഹമാണ്, എന്നാൽ അതോടൊപ്പം മക്കളൊരു പരീക്ഷണമാണ്. ആരോഗ്യം നമുക്കൊരു അനുഗ്രഹമാണ്, അതോടൊപ്പം ആരോഗ്യ ഒരു പരീക്ഷണമാണ്. ഇണകൾ നമുക്ക് നല്ലൊരു അനുഗ്രഹമാണ്, ഒരു പരീക്ഷണമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലെല്ലാം മറുപുറത്ത് ഒരു പരീക്ഷണം കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു 2 തവണയാണ് സൂറത്തുൽ അറാഫിലും സൂറത്തു തഗാബുലിലും അള്ളാഹ് പറഞ്ഞു, സമ്പത്ത് പരീക്ഷണമാണ്. വഅലമു അന്നമാ അംവാലകും വഔലാദകും ഫിത്ന, ഇന്നമാ അംവാലകും വഔലാദകും ഫിത്ന, സമ്പത്ത് പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, അതിൻ്റെ പ്രത്യേകത ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ ഹലാലിൻ അമിൻ ഹറാം, സമ്പാദിക്കുന്നത് ഹലാലായിട്ടാണോ ഹറാമായിട്ടാണോ എന്നൊന്നും അവർ പരിഗണിക്കൂല. ഹറാമും ഹലാലൊന്നും നോക്കാതെ കിട്ടുന്നതെല്ലാം വാരിക്കൂട്ടുന്നൊരവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നതാണ്. പ്രിയമുള്ളവർ, ആലോചിച്ച് നോക്ക്, നമ്മൾ സമ്പാദിച്ച ഹറാമായ സമ്പത്ത് അത് കാലാകാലം നമ്മൾ ഉപയോഗിക്കും, അതിൻ്റെ ഉപകാരം കാലാകാലം നമുക്ക് കിട്ടും. ഒന്നുകിൽ നമ്മൾ മരണപ്പെട്ടു പോവില്ലേ, അല്ലെങ്കിൽ സമ്പത്ത് നമ്മളെ വിട്ടേച്ച് പോവില്ലേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളങ്ങനെ ഹറാമായ ഒരാൾ സമ്പാദിച്ചു, അയാൾ മരണപ്പെടുന്നതോടുകൂടി എന്താ ഉണ്ടാവുക? അയാളുടെ ആ സമ്പത്ത് അനന്തര സ്വത്തായി പോകും, അനന്തരാവകാശികൾക്ക് അത് ഹലാലാണ്. അപ്പം നമ്മൾ ഹറാമായി സമ്പാദിച്ച സമ്പത്ത് അനന്തരാവകാശികൾക്ക് ഹലാലായി ലഭിച്ചു. നമുക്ക് എന്താ കിട്ടിയത്? ഹറാമായി സമ്പാദിച്ചതിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടി. നമ്മൾ ആ ശിക്ഷയുമായി ഖബറിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ നമ്മൾ ഹറാമ് നോക്കാതെ സമ്പാദിച്ച ആ സമ്പത്ത് ഹലാലായ രൂപത്തിൽ അനന്തരാവകാശികൾ, കുടുംബക്കാർ ഓരിച്ചു കൊണ്ടുപോകുന്നു. അപ്പം വളരെ ഗൗരവത്തിൽ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഹറാമിൻ്റെ സമ്പത്ത് നമ്മിലേക്ക് കടന്നു വന്നാൽ എന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? ഹറാമിൻ്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തിലേക്ക് വന്നാൽ ഒന്നാമതായി സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കൂല. 1000ങ്ങളും 10,000ങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അത് ഹറാമിൻ്റെ സമ്പാദ്യമാണെങ്കിൽ അള്ളാഹ്ക്കത് ആവശ്യമില്ല.
മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ തസദ്ദഖ്ത ബിമാലിൻ ഹറാമിൻ, ഹറാമിൻ്റെ സമ്പാദ്യം കൊണ്ട് നീ സ്വതക്ക നൽകിയാൽ ലാ തുഖ്ബലു മിൻഹു, നിന്നിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കൂല. കാരണം ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു ശുദ്ധമായതല്ലാതെ ഒന്നും സ്വീകരിക്കൂല. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, സംഭവമൊക്കെ ശരിയാണ്, അയാൾ ഹറാമിൻ്റെ ഇടപാട് നടത്തുന്ന ആളാണ്, ഹറാമിൻ്റെ കച്ചവടവും പലിശയൊക്കെ തന്നെയാണ് അയാൾക്ക്, എന്നാലും എന്താ, അയാൾ കാരണമല്ലേ നമ്മളെ പള്ളി നിലന്ന് പോണത്. എത്ര മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചിലങ്ങൾ തൽക്കാലം ഉണ്ടണ്ട, പലിശയുടെ ഇടപാടൊക്കെ തന്നെയാണ്, ഹറാമൊക്കെ തന്നെയാണ്, സംഭവം ശരി തന്നെയാണ്, പക്ഷെ അയാൾ കാരണമല്ലേ നമ്മളെ ഇഫ്താറൊക്കെ നടന്നു പോകുന്നത്, തൽക്കാലം ഉണ്ടണ്ടെന്നാണ്. പ്രിയമുള്ളവരെ, ആ സമ്പത്ത് കൊണ്ട് അയാൾക്കൊരു ഉപകാരവും ലഭിക്കുന്നില്ല. അയാൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അള്ളാഹ്ക്കത് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ആർക്ക് നൽകുന്നു, എന്തിന് നൽകുന്നു എന്നുള്ളതല്ല, ഏത് രൂപത്തിൽ നമ്മൾ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞില്ലേ, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, ഒരാൾ ശുദ്ധമായ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ചതാണ്, അതിൽ നിന്ന് ഒരു ഈത്തപ്പഴയുടെ അത്ര അയാൾ സമ്പത്ത് ചെലവഴിച്ചു. നമുക്ക് പെട്ടെന്ന് മനസ്സിലായ രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഹലാലായ മാർഗത്തിൽ നമ്മൾ സമ്പാദിച്ചതിന് നമ്മൾ 1 റുപ്യ അല്ലെങ്കിൽ 5 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യ ഒരു ചെറിയ സമ്പത്ത് നമ്മൾ സ്വതക്ക നൽകിയാൽ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു അത് വലത് കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ്. സുമ്മ യുറബ്ബിഹാ ലിസ്സാഹിബിഹാ, എന്നാൽ അല്ലാഹു അത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. ഏതുപോലെ? കമാ യുറബ്ബി അഹദുക്കും ഫലുവ, ഒരാളൊരു കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ അള്ളാഹു നമ്മൾ കൊടുത്ത 1 റുപ്യ 5 റുപ്യ വളർത്തി വലുതാക്കുന്നു. ഹത്താ തകൂന മിസ്ലൽ ജബൽ, നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമ്മൾ കൊടുത്ത 5 റുപ്യ ഒരു പർവ്വതത്തോളം വലിയ നന്മയായി അള്ളാഹു തിരിച്ചു തരുന്നതാണ്. അല്ലാഹു അക്ബർ. പക്ഷേ സമ്പാദിച്ചത് ഹലാലായിട്ടായിരിക്കണം എന്നാണ് നിബന്ധന. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ അൻഫഖ മിനൽ ഹറാമി ഫീ ത്വാഅത്തില്ല, ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ചെലവഴിച്ചു, ഒരു പള്ളി ഉണ്ടാക്കാൻ, ഒരു മിസ്കീന് ഭക്ഷണത്തിന് വേണ്ടി, ഒരു യതീമിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ ഒരാൾ ചെലവഴിച്ചു അള്ളാഹിൻ്റെ മാർഗത്തിൽ, പക്ഷെ ചെലവഴിച്ചത് ഹറാമിൻ്റെ സമ്പാദ്യമാണ് എങ്കിൽ കാന കമൻ ത്വഹറ സൗബൻ നജിസ ബിൽ ബൗൽ, അത് ഏതുപോലെയാണ് എന്നറിയും. ഒരാൾ നജസുള്ള വസ്ത്രം മൂത്രത്തിൽ വൃത്തിയാക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നജസിലൊരു വസ്ത്രമാണ്, പക്ഷെ അത് വൃത്തിയാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം എന്താ? മൂത്രമാണ്. ആ വസ്ത്രം വൃത്തിയാവുമോ? കഴുകുന്തോറും നജസ് കൂടുക എന്നല്ലാതെ. ഇതുപോലെയാണ് നല്ല കാര്യത്തിനാണ് ചെലവഴിക്കുന്നത് എങ്കിലും ഹറാമായ സമ്പാദ്യമാണ് എങ്കിൽ വദ്ദംബു ലാ യുകഫിറുഹു ഇല്ലൽ ഹലാൽ, ഹലാലായ സമ്പത്ത് ചെലവഴിച്ചാലല്ലാതെ അള്ളാഹു പാപങ്ങൾ പുറത്തെറുകയില്ല എന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഒന്നാമത്തെ അപകടം അതാണ്. ഇനി ഹറാമായ സമ്പത്ത് നമ്മിലേക്ക് കടന്നു വന്നാൽ രണ്ടാമത്തെ അപകടം, ആ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് നരകമാണ്. അള്ളാഹു നമ്മൾ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, ഹറാമിനാൽ വളർന്നു വന്ന ഒരു മാംസം, ഒരു ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, അന്നാറു ഔലാബി, അതിന് ഏറ്റവും യോജിച്ചത് നരകമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ടല്ലേ സ്വഹാബാക്കൾ ഉപജീവനത്തിന് വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വഹാബ വനിതകൾ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്, ഹറാമിൻ്റെ സമ്പാദ്യങ്ങൾ കൊണ്ടുവരരുതേ, നിങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ല എങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാം, പക്ഷെ ഹറാമിൻ്റെ സമ്പാദ്യം നരകമാണ്, അതുകൊണ്ട് നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, പട്ടിണി ഞങ്ങൾ സഹിച്ചു കൊള്ളാം, ഹറാമിൻ്റെ സമ്പാദ്യം കൊണ്ടുവരരുതേ എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ ഒരിക്കൽ അദ്ദേഹത്തെ വിരുന്നൂട്ടി, വീട്ടിലേക്ക് വിളിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വിരുന്നൂട്ടി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല എന്താ ഒരു പ്രത്യേക വിരുന്ന്? ആ ഭൃത്യൻ പറഞ്ഞു, അബൂബക്കർ, ഞാൻ ജാഹിലിയത്തിൽ ഒരു കാഹിനായിരുന്നു. കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യപ്പണി ചെയ്യണാണ്. അപ്പോൾ ചില ആൾക്കാരെല്ലാം ഇങ്ങനെ കൈ നോക്കിയിട്ട്, പശുവിനെ കാണാനല്ലേ, 2 ആഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഇന്ന സ്ഥലത്തുണ്ട് പോയിക്കോ, മാല കളഞ്ഞു പോയിട്ടുണ്ടല്ലേ, അത് ഇപ്പോഴൊന്നും കിട്ടില്ല, 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ തിരിച്ചെത്തും, ഇപ്പോൾ തൽക്കാലം പോയിക്കോ,
ഇങ്ങനെ കൈ നോക്കി വെറ്റിൽ നോക്കി പറയുന്ന ആളുകൾ. അതിപ്പോൾ തങ്ങളാണെങ്കിലും ഉസ്താദാണെങ്കിലും കണിയാനാണെങ്കിലും ആരാണെങ്കിലും ശരി, ആ സമ്പാദ്യം ഇസ്ലാമിൽ ഏറ്റവും വൃത്തികെട്ട സമ്പാദ്യമാണ്. ഞാൻ ആ പ്രവൃത്തി ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പം അന്ന് ഞാൻ ഒരാൾക്ക് ഇങ്ങനെ ചില ചെപ്പടി വിദ്യ ചെയ്തു കൊടുത്തിരുന്നു. അതിൻ്റെ സമ്പത്ത് എനിക്ക് അയാൾ കൊടുക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ പണം കൊണ്ടാണ് അബൂബക്കർ ഞാൻ താങ്കളെ വിരുന്നൂട്ടിയത്. ഹറാമിൻ്റെ സമ്പാദ്യമാണ് എന്ന് കേട്ടപ്പോൾ ചരിത്രത്തിൽ കാണാം, ഫഅദ്ഖല യദഹു ഇലാ ഫമിഹി, അബൂബക്കർ തന്നെ തൻ്റെ വായിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, തൻ്റെ വയറിലുള്ളത് മുഴുവൻ ഛർദ്ദിച്ചു. അന്ന് കഴിച്ചത് മുഴുവൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഛർദ്ദിച്ച് കളയാണ്. കാരണം അവർക്കറിയാമായിരുന്നു ഹറാമിൻ്റെ സമ്പത്ത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ മുൻഗാമികൾ ആ വിഷയം നോക്കി കണ്ടു എന്ന് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മുള്ള ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്, വളരെ അത്ഭുതമാണത്. ആ ഹദീസിൽ ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ഒരു സ്ഥലം കച്ചവടം ചെയ്യണം, സ്ഥലം വിറ്റു. അങ്ങനെ മേടിച്ച ഉടമ പറമ്പിൽ ഇങ്ങനെ കളക്കണ സമയത്ത് കുറച്ച് നിധി കിട്ടി, കുറച്ച് സ്വർണം നിധിയായിട്ട് കിട്ടി. അപ്പോൾ അയാളെ എടുത്തിട്ട് ആരുടെ നിന്നാണോ സ്ഥലം മേടിച്ചത് അയാൾക്ക് തിരിച്ചു കൊണ്ടുകൊടുത്തു. ഇത് നിങ്ങളെ പറമ്പിൽ നിന്ന് കിട്ടിയാട്ടോ, ഇതെടുത്തോളി. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് പറമ്പും പറമ്പിലുള്ളതുമാണ് വിറ്റത്, അത് നിങ്ങളതാണ് എടുത്തോളി. അപ്പോൾ ഇയാൾ തിരിച്ചു പറയാണ്, അല്ല ഞാൻ നിങ്ങളുടെ നിന്ന് പറമ്പ് മാത്രമാണ് മേടിച്ചത്, അതിലുള്ള സാധനം മേടിച്ചത്, അത് നിങ്ങൾ തന്നെ എടുത്തോളി. അപ്പോൾ എന്താ രണ്ടുപേരും എടുക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ലക്ഷക്കണക്കിൻ്റെ കോടിക്കണക്കിൻ്റെ സമ്പത്താണ്. പക്ഷെ അവർ ഭയപ്പെടുകയാണ്, ഹറാമിൻ്റെ സമ്പത്താവുമോ? അവർ ഭയപ്പെടുകയാണ്. അവസാനം വിഷയം കാലിയുടെ അടുത്തേക്ക് എത്തി. കാലി ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ഒരാൾക്ക് ആൺകുട്ടിയുണ്ട്, ഒരാൾക്ക് പെൺകുട്ടിയുണ്ട്. അപ്പോൾ കാലി വിധിച്ചു, എന്ത് ചെയ്തള, എൻ്റെ പെൺകുട്ടീനെ എൻ്റെ ആൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തള, എന്നിട്ട് ഈ സ്വർണം മഹറായിട്ടാണ് കൊടുത്തള. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ സൂക്ഷ്മത കാണിച്ചത് എത്ര വലിയ രൂപത്തിൽ ഞങ്ങൾ ആലോചിച്ചത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു തോട്ടത്തിൽ ഉറുമാമ്പഴത്തിൻ്റെ ഒരു തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന ജോലിക്കാരനാണ്. 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കലും ഉടമസ്ഥ ഇങ്ങനെ വന്ന് പറഞ്ഞു, കുറച്ച് വിരുന്നേര് വന്നിട്ടുണ്ട്, നല്ല പഴുത്ത മധുരല്ല ഉറുമാമ്പഴം പൊട്ടിച്ചു കൊണ്ടുവരും. മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കുറച്ച് ഉറുമാമ്പഴം പൊട്ടിച്ച് കൊടുത്തു. അപ്പോൾ തിന്നു നോക്കുമ്പോൾ നല്ല പുളിയില്ല, മധുരമില്ലാത്തതാണ്. അപ്പോൾ യജമാനൻ ചീത്തറയാൻ തുടങ്ങി, എന്താ 4-5 കൊല്ലമായിട്ട് മധുരയിൽ ഒരു ഉറുമാമ്പഴം കൊണ്ടുവരാൻ എനിക്കറിയില്ലേ? മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യജമാനൻ താങ്കൾ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥതയാണ്, അത് നോക്കി നടത്താനുള്ള അവകാശമാണ് എനിക്ക് തന്നത്. ഭക്ഷണം, അതിലെ പഴം ഭക്ഷിക്കാനുള്ള അവകാശം താങ്കൾ എനിക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് എനിക്കർഹമല്ലാത്ത ഒരു പഴം പോലും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. നിലത്ത് വീണു പോകുന്ന ഒരു പഴത്തിൻ്റെ കഷ്ണം പോലും മുബാറക്ക് ഭക്ഷിച്ചിട്ടില്ല. ആ യജമാൻ അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ്. ആ ദീനുള്ള ദമ്പതികളിൽ ഉണ്ടായി വന്ന അറിയപ്പെട്ട ഈ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതാണ് നമ്മൾ സലഫുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഇനി ഹറാമിൻ്റെ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മൂന്നാമത്തൊരു അപകടം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇത് എത്ര ഗൗരവത്തിൽ നമ്മൾ നോക്കി കാണണം. റമളാൻ്റെ രാത്രികളിലൊക്കെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് കരഞ്ഞ് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇഫ്താറിൻ്റെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ പ്രാർത്ഥന ഒന്നും അള്ളാഹു സ്വീകരിക്കാതിരുന്നാലും, ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ നമ്മൾ ഒഴിവാക്കിയാലും അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മൾ ഉയർത്തുന്ന കൈകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പക്ഷെ അള്ളാഹു ആ കൈകളെ മടക്കുന്നാണ് പറഞ്ഞത്. അതാരുടേതാണ്? ഹറാമിൻ്റെ സമ്പാദ്യമുള്ളവരുടേത്. റസൂലുള്ളാഹി ഒരു ഹദീസ് പറയാണ്, ഒരു മനുഷ്യൻ അയാൾ ദീർഘയാത്രയിലാണ്. യാത്ര ചെയ്ത് അശ്അസ അഗ്ബറ, മുടിയെല്ലാം ജട കുത്തിയിട്ടുണ്ട്. എന്നിട്ട് കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ച് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ അറിയോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ ഇയാളിലുണ്ട്. ഒന്ന്, ഇയാൾ യാത്രക്കാരനാണ്. യുത്വീരു സഫർ, ദീർഘമായ യാത്രയാണ്. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. രണ്ടാമത്തത്, ഇയാളുടെ മുടികൾ ജട കുത്തിയിട്ടുണ്ട്. മുടി ജട കുത്തിയ പാവപ്പെട്ട ആളുകൾ, അവരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നതാണ്. അതുപോലെ ഇയാൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. ആകാശത്തിലെ കൈകൾ ഉയർത്തിയവൻ്റെ കൈകൾ ശൂന്യമാക്കി അള്ളാഹു തിരിച്ചയക്കൂല എന്ന ഹദീസിൽ കാണാം. യാ റബ്ബി എന്ന് വിളിച്ചിട്ടാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബേ റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്നതാണ്.
പക്ഷേ പ്രവാചകൻ അതിന് ശേഷം പറയാണ് മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹ്. അവൻ്റെ വസ്ത്രം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ പാനീയം ഇതെല്ലാം ഹറാമിലാണ്. അവൻ ഊട്ടപ്പെട്ടത് തന്നെ ഹറാമിനാലാണ്. പിന്നെ എങ്ങനെ അവന് ഉത്തരം ലഭിക്കാനാണ്? അപ്പം ഹറാമിൻ്റെ സമ്പാദ്യം നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കുക, ഹറാമായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹുവും റസൂലും വ്യക്തമായി ഹറാമാണ് എന്ന് പറഞ്ഞ് വിരോധിച്ച വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. സിഗരറ്റ് വിൽക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. സിഗരറ്റ് ഹറാമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ്. ആ സിഗരറ്റ് വിൽക്കുന്ന, തങ്ങളുടെ ലാഭങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ ചില മെച്ചങ്ങൾക്ക് വേണ്ടി സിഗരറ്റ് വിൽക്കുന്ന എത്ര ആളുകളുണ്ട്. ഒരു ദിവസം കടയിൽ 1000 രൂപയുടെ കച്ചവടം നടന്നാൽ 10 രൂപയുടെ സിഗരറ്റ് അതിൽ വിറ്റിട്ടുണ്ടെങ്കിൽ 1000 റുപ്യയും ഹറാമായില്ലേ? എന്നാൽ ആകെ കടയിൽ നടന്നിരിക്കുന്നത് 500 റുപ്യയുടെ കച്ചവടമുള്ളൂ. ആ 500 രൂപയിൽ അള്ളാഹു ബർക്കത്ത് നൽകിയാൽ, പ്രിയമുള്ളവരെ, അതുപോലെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകിയാൽ അതല്ലേ നമുക്ക് ആവശ്യം. ബാങ്കിൽ ജോലി ചെയ്യുന്ന എത്ര സഹോദരന്മാരുണ്ട്. ബാങ്കിൽ ജോലി ചെയ്യുന്ന പലിശ എന്ന് ആർക്കും അറിയാത്തത്. എന്നാൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ സംസാരിച്ചാൽ പറയും ഉസ്താദെ ജീവിക്കണ്ടേ എന്നാണ്. പ്രിയമുള്ളവരെ, ജീവിച്ചാൽ മാത്രം മതിയോ? മരിച്ചു പോകണ്ടേ? മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽക്കണ്ടേ? സമ്പാദിച്ച ചിലവഴിച്ച ഓരോ രൂപക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടേ? അനശ്വരമായ ഒരു കാലം സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ? ഇത്തരം സമ്പാദ്യമുള്ളവർക്ക് അതിനെങ്ങനെ സാധിക്കും? ഇനി അതുപോലെ തന്നെ സമ്പത്ത് മലിനമാകുന്ന, നമ്മുടെ സമ്പത്തിനെ മലിനമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രിയമുള്ളവരെ പലിശ എന്ന് പറഞ്ഞാൽ. ഇന്ന് മുസ്ലിം ഉമ്മത്ത് വളരെ നിസ്സാരത്തോടു കൂടി, വളരെ ലാഘവത്തോടു കൂടി മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായ ഒരു വൻ പാപമാണ് പലിശ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളിലാണ് പലിശയെ പഠിപ്പിച്ചത്. 7 വൻപാപങ്ങൾ. ലഅനല്ലാഹു ആക്കില റിബാ വമൂക്കിലഹു, തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അത് എഴുതി വെക്കുന്നവനെയും അതിനുവേണ്ടി സാക്ഷ്യം നിൽക്കുന്നവരെയും ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്താ പറഞ്ഞത്? വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശയിൽ നിന്നുള്ള ഒഴിവാക്ക്. ഇനി അതല്ല, പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ? ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധം, അതാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ നമുക്ക് അള്ളാഹിൻ്റെ തൗഫീഖ് വേണ്ടേ? ഒരു 4 ദിവസം ഒരു ദിവസം 4 പ്രാവശ്യം നമ്മൾ വയറ്റുന്നുണ്ട് പോയാൽ 5-ാമത്തെ പ്രാവശ്യം നമ്മളൊന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഒരാളൊപ്പം വേണ്ടി വരും. അത്രയും ദുർബലരാണ് നമ്മളെന്ന് പറഞ്ഞാൽ. നമ്മളെ ഫോണിലിങ്ങനെ ഒരാൾ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മളിങ്ങനെ എടുത്ത് ഡയൽ ചെയ്ത് അത് അപ്പുറത്തെ ഒരാൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖ് വേണ്ടേ? അള്ളാഹിൻ്റെ തൗഫീഖ് ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? ആ അള്ളാഹു നമ്മോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ എന്ത് ഖൈറും എന്ത് ബർക്കത്തുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം. എന്നാൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കും പലിശയുമായി ബന്ധപ്പെടുന്നവരോട്. ദുനിയാവിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ, കോടികൾ സമ്പാദിക്കാൻ, അല്ലെ, അതിനാവശ്യമായ സമ്പത്ത് കരസ്ഥമാക്കാൻ വേണ്ടി ഭാര്യയുടെ പണ്ടം, പെങ്ങളുടെ പണ്ടം, ഉമ്മാൻ്റെ പണ്ടം പണയം വെക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർരിബാ സലാസത്തുൻ വസബ്ഊന ബാബ, പലിശ എന്ന് പറഞ്ഞാൽ 73 ഭാഗമാണ്. വഐസറുഹാ മിസ്ലു അയ്യൻകിഹ റജുലു ഉമ്മഹ്, അതിലേറ്റവും ചെറുത് തൻ്റെ ഉമ്മയെ ഒരാൾ വിവാഹം കഴിക്കുന്നതിന് തുല്യമാണ്. നഊദു ബില്ലാഹ്. നമുക്ക് ആലോചിക്കാൻ വയ്ക്കും, ഒരാൾ തൻ്റെ ഉമ്മയെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ വയ്ക്കും അത്. എന്നാൽ പലിശയുടെ ഏറ്റവും ചെറിയ വാതിലാണത്. അതിനേക്കാൾ വലുതായ 72 വാതിലുകൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ പല ആളുകളും പലിശ അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ ബാങ്കിൽ പോയി പലിശ മേടിക്കാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ആളടുത്ത് പോയി പലിശ മേടിക്കാത്ത ആൾക്കാരുണ്ടാവും. എന്നാൽ നമ്മളറിയാതെ നമ്മിലേക്ക് പലിശ കടന്നു വരുന്ന പല മേഖലകളുമുണ്ട്. നമ്മളറിയാതെ നമ്മിലേക്ക് പലിശ കടന്നു വരും. അപ്പം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്വർണത്തിൻ്റെ കച്ചവടം. സ്വർണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദം ബിയദിൻ സവാഅൻ ബിസവാ, അത് റൊക്കമായിരിക്കണം, തുല്യമായിരിക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലിശ വരും. അപ്പോൾ സ്വർണം 2 രൂപത്തിലാണ്. ഒന്ന്, പണം കൊടുത്ത് സ്വർണം വാങ്ങും, സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങും.
പൈസ കൊടുത്ത് സ്വർണം വാങ്ങും, അല്ലെങ്കിൽ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങും. രണ്ട് രൂപത്തിലും നടക്കുമല്ലോ, രണ്ടിലും പലിശ വരും. നല്ലോണം ശ്രദ്ധിക്കണം. പണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ യദം ബി യദിൻ, റൊക്കമായിരിക്കണം. അഥവാ ആ മജ്ലിസിൽ ഇരുന്ന് കച്ചവടം തീർക്കണം. ഞാൻ കുറച്ച് സ്വർണം മേടിച്ചു, 40,000 രൂപയുടെ സ്വർണ്ണമാണ്. ഞാൻ അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് 39,000 രൂപ ഉള്ളു. ഞാൻ പറയാണ്, ഇതിൽ 39,000 സ്വർണ്ണം ഉണ്ട് കാട്ടിക്കളാം, ഞാൻ വൈകുന്നേരം വരുമ്പോൾ ബാക്കി 1000 കൊടുന്നേരം കേട്ടോ, പലിശയാണത്. ഇത് 30,000 രൂപ ഉള്ളു, സ്വർണ്ണം തൽക്കാലം കാട്ടിക്കളാം, എനിക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട്, ബാക്കി 10,000 രൂപ നാളെ രാവിലെ തന്നെ കൊടുന്നേരം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ഗൂഗിൾ പേക്ക് അയച്ചു തരാം കേട്ടോ, പലിശയാണത്. ഒരു മജ്ലിസിലിരുന്ന് കച്ചവടം മുറിക്കണം. യദം ബിദ്, റൊക്കം. അപ്പം നമ്മളടുത്ത് 1000 അല്ലേ, എൻ്റെ അടുത്ത് 6 ഇവിടെ കുറവുണ്ട് കേട്ടോ, ഇത് തൽക്കാലം അവിടെ മാറ്റി വെക്കേ, ഞാൻ വീട്ടിൽ പോയി വേഗം എടുത്ത് വരട്ടെ, അല്ലെങ്കിൽ നാളെ ഞാൻ കൊടുന്നേരം കേട്ടോ, അപ്പം എനിക്ക് സാധനം തന്നാൽ മതി. ആ കച്ചവടയിൽ പറ്റുള്ളൂ. പണം കൊടുത്ത് സ്വർണ്ണം. ഇനി സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ അപ്പോഴും പലിശ വരും. പഴയ സ്വർണം നൽകി പുതിയ സ്വർണം വാങ്ങും അല്ലേ, പഴയ സ്വർണം കൊടുക്കും, അതേ അളവിൽ പുതിയ സ്വർണം കിട്ടുമോ? കിട്ടൂല, അങ്ങനെ തരില്ല ഇവിടെ, അത് പലിശയാണ്. സവാ അംബിസവ, തുല്യത്തിന് തുല്യമായിരിക്കണം. അപ്പോൾ പഴയ സ്വർണം കൊടുത്തു, പിന്നെ ഇത് 10 ഗ്രാമുണ്ട്, പക്ഷേ പുതിയ നിങ്ങൾക്ക് എടുക്കുമ്പോൾ 7 കിട്ടുമോ കേട്ടോ, പ്രശ്നമുണ്ടോ? ആ പ്രശ്നമില്ല, ഇജ്ജ് എടുത്തോ. എന്തെടുത്തോന്ന്? പലിശ എടുത്തോന്നാണ് പറയുന്നത്, പലിശയാണ്. അപ്പോൾ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? പഴയത് കൊടുക്കുക, അതിൻ്റെ പൈസ കൊണ്ട് മേടിക്കുക. അപ്പോൾ ആ പൈസ 20 ലക്ഷം ഉണ്ടാവും കൂട്ടുക, നമുക്ക് കുറച്ചുകൂടി തോന വേണം, ബാക്കി പൈസ അതിൽ ചേർക്കുക, ആ പൈസ കൊണ്ട് പുതിയത് മേടിക്കുക. ഇനി ചില ജ്വല്ലറികളിൽ കാണാം, ചില പിന്നെ ജ്വല്ലറിക്കാർ പറയും കുറി എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഈ ഒരു 3,000 രൂപ വെച്ച് മാസം അടച്ചാൽ മതി. 3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ കല്യാണമല്ല, അപ്പോൾ കുറച്ച് സ്വർണ്ണം വേണ്ടേ, അപ്പോൾ നിങ്ങൾക്ക് എത്ര അടച്ചിട്ടുണ്ടോ ആ പൈസക്ക് സ്വർണ്ണം എടുക്കാം. അപ്പോൾ ഇന്നത്തെ പൈസയിൽ സ്വർണ്ണം എടുത്താൽ മതി, അന്നത്തെ പൈസ കൂട്ടൂല, അത് പലിശയാണ്. അതുപോലെ അഡ്വാൻസ്, പിന്നെ കല്യാണത്തിന് സ്വർണ്ണം മേടിച്ചു, 3 ലക്ഷം രൂപ കൊടുത്തു, ബാക്കി 50,000 രൂപ കുറവുണ്ട്, ഇതൊരു 5 മാസത്തെ സാവകാശം എന്താ, ഞാൻ മാസം 10,000 വെച്ച് അടക്കാം, അത് പലിശയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിസ്ഖ ലയത്ലുബുൽ അബ്ദ അക്സറ മിമ്മാ യത്ലുബു അജലുഹു. ഒരു മനുഷ്യൻ്റെ അവധി അഥവാ മരണം അവനെ കണ്ടെത്തുന്നതിനേക്കാൾ അധികം അവൻ്റെ റിസ്ക് കണ്ടെത്തുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. അഥവാ ഞാൻ 60 വയസ്സ് വരെ ജീവിക്കാൻ ഉള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 61ാമത്തെ വയസ്സ് വരെ ഞാൻ പോവുമോ? ഇല്ല. 59 മരിക്കുമോ? അതുമില്ല. 60 എത്തിയാൽ ഞാൻ മരണപ്പെടും. ഇതിനേക്കാൾ വേഗതയിൽ നമ്മുടെ റിസ്ക് നമ്മളെ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ രണ്ടാളുകൾ, ഉദാഹരണം പറയാം, രണ്ടാളുകൾ അതിൽ അള്ളാഹു അവർക്ക് 2 പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട് 10,000 റുപ്യാണ് അല്ലെങ്കിൽ 10 ലക്ഷം റുപ്യാണ് 2 പേരും ജീവിതത്തിൽ സമ്പാദിക്കുക. ഒരാൾ കള്ളനാണ് അതിൽ. അപ്പോൾ അവനെന്നെ കക്കാൻ കയറി, ഇപ്പോൾ കുറേ പൈസ വേഗം കിട്ടി, പക്ഷേ ഇവനും 10 ലക്ഷം കഴിഞ്ഞാൽ അവൻ മരണപ്പെട്ടു പോകും. 10 ലക്ഷം ആവാതെ മരിക്കില്ല, പക്ഷേ ഓൻ്റെ 10 ലക്ഷം എനിക്ക് വേഗം കിട്ടി, ഓൻ വേഗം മരിച്ചുപോയി. രണ്ടാമത്തോനും 10 ലക്ഷം കിട്ടിയിട്ടേ മരിക്കൂ, പക്ഷേ ഓ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ ഓനും അള്ളാഹു എഴുതി വെച്ച റിസ്ക് പൂർത്തിയാക്കിയിട്ടേ മരിക്കും. സുലൈമാൻ റൊഹൈലി ഹഫ്ളുള്ള അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ദർസിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, കുറച്ച് ആൾക്കാരിങ്ങനെ നടന്നു പോണ സമയത്ത് ഒരാൾ പൊട്ടക്കിണറ്റിലിങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ പാടെ അയാളെ ഇത് വലിച്ച് കയറ്റി വയറിലെ വെള്ളമൊക്കെ അവർ പുറത്തേക്ക് കളഞ്ഞു. കുറച്ച് ആശ്വാസമായി ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യന് കുറച്ച് ആശ്വാസമായി, കുറച്ച് ആരോഗ്യം കിട്ടി നീച്ചു തന്നു. അപ്പോൾ ഈ ആൾക്കാർ ചോദിച്ചു, അല്ലെ എങ്ങനെ ഇപ്പം നിങ്ങൾ ഈ കിണറ്റിക്ക് വീണ്? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ കിണറ്റിൻ്റെ അടുത്ത് പോയിട്ട് വക്കത്ത് നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ വീണത് എങ്ങനെ. അതിലൊന്നുകൂടി വീണു. ആ വീഴ്ചയിൽ അയാൾ മരിച്ചു. ഈ കഥ പറഞ്ഞിട്ട് സുലൈമാൻ റൊഹൈലി ഹഫ്ളുള്ള പറയാണ്, ആദ്യത്തെ വീഴ്ചയിൽ അദ്ദേഹം എന്താ മരിക്കഴിഞ്ഞ്? അദ്ദേഹം പുറത്തേക്ക് വന്ന ഗ്ലാസ് പാല് കുടിച്ചില്ലേ, ആ പാലും അദ്ദേഹം കുടിക്കണം എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി വെച്ച ആ റിസ്ക്, ആ അവസാനത്തെ വറ്റും തിന്നിട്ടേ നമ്മൾ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഇനി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതിൽ ഒരു വറ്റധികം നമ്മൾ തിന്നില്ല. പിന്നെ പ്രിയമുള്ളവരെ, ഹറാമായ സമ്പാദ്യം കൊണ്ട് എന്ത് നേട്ടം നമുക്കുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹ. ഒരു മനുഷ്യനും, ഒരു നഫ്സും തൻ്റെ റിസ്ക് പൂർണ്ണമാകാതെ മരിച്ചു പോവില്ല. അള്ളാഹു എഴുതി വെച്ചത് പൂർത്തിയാക്കിയിട്ടേ
ഓരോരുത്തരും മരണപ്പെട്ടു പോകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ഹറാമിൻ്റെ സമ്പാദ്യം വളരെ ഗൗരവത്തിൽ എല്ലാ മേഖലയിലും ഈ ഹറാമ് കടന്നു വരും, എല്ലാ മേഖലയിലും. ഇപ്പോൾ ഒരു ബസ് കണ്ടക്ടർ നമ്മളിങ്ങനെ ഒരു 10 രൂപ എടുത്താൽ ചിലപ്പോൾ 8 രൂപയൊക്കെ, അപ്പോൾ പറയും 2 രൂപ ഇല്ല കേട്ടോ, 2 രൂപ പിന്നെ എടുക്കാട്ടോ പറയും, 2 രൂപ പിന്നെ എടുക്കാട്ടോ, അങ്ങനെ പറയാം. ആ എടുക്കൽ പിന്നെ ഓൻ്റെ പോക്കറ്റ് കേൾക്കരം, പിന്നെ നമുക്ക് തരുമോ? ഇല്ല. ആ 2 രൂപ അവന് ഹലാലാണോ? അല്ല. ഒരാളുടെ കയ്യിൽ നിന്ന് 2 രൂപ ഒരു ദിവസം, ഒരു 10 ആൾക്കാരെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോഴേക്കിന് 20 രൂപയിൽ, ഒരു കൊല്ലം ഇങ്ങനെ മേടിക്കുമ്പോഴേക്കിന് എത്ര രൂപയായി? ഹറാമിൻ്റെ എത്ര സമ്പത്താണ് അവൻ്റെ പോക്കറ്റിലേക്ക് വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കച്ചവടക്കാരെന്ത് ചെയ്യും? 5 രൂപ ബാക്കിയുണ്ടെങ്കിൽ, 2 രൂപ ബാക്കിയുണ്ടെങ്കിൽ ചില്ലറല്ലാട്ടോ മുട്ടായി എടുത്തോ പറയും. അത് പലിശയാണ് അല്ലേ? 5 രൂപയുടെ മഞ്ചിന് 5 രൂപ വില ഉണ്ടോ? ഇല്ല. അതിലൊരു 3.5 രൂപ 4 രൂപ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി 1 രൂപയെ അത് അയാൾക്ക് ലാഭമാണ്, അത് പലിശയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും പലിശയാണ്. നമ്മുടെ ജോലിയുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവിടെ പലിശ അല്ല, പക്ഷേ ശ്രദ്ധിക്കണം. 9 മണി മുതൽ 4 മണി വരെയാണ് ജോലി. പക്ഷെ എല്ലാ ദിവസവും ഇയാളെപ്പോഴും എത്തുക 9:15 എത്തുള്ളൂ. അവിടെ 1/4 മണിക്കൂർ ഇയാൾക്ക് ലാഭമാണ്. 4 മണി വരെയാണ് ജോലി, ഇയാൾ 3:45 പോകും, അവിടെ 1/4 മണിക്കൂർ ലാഭമാണ്. രണ്ടും പാടെ കൂട്ടി 1/2 മണിക്കൂർ ലാഭമാണ്. മുതലാളി പൈസ കൊടുക്കുന്നത് 9 മണി മുതൽ 4 മണി വരെ ജോലിക്കാണ്. ആ 1/2 മണിക്കൂറിന് ഇയാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ സാമ്പത്തിക രംഗം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് വലിയ വിപത്തുകൾ നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ആ വിഷയത്തിൽ നല്ലൊരു സൂക്ഷ്മത പുലർത്തുവാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലായ മാർഗത്തിൽ മരണം വരെ സമ്പാദിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥകളിൽ നിന്നെല്ലാം നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.